പുത്തുമലയിലെ ഈ ശ്മശാനത്തിൽ ഇപ്പോൾ ഉറഞ്ഞു നിൽക്കുന്നത് പേരുകളല്ല, നെയിം ബോർഡുകളില്ല. ഇവിടെ പകരമുള്ളത് അവരുടെ DNA ടെസ്റ്റുകളുടെ നമ്പർ മാത്രമാണ്. ആ നമ്പർ നോക്കി വേണം ഇനി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ. അതിനു കാലമേറെ എടുക്കും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ DNA നമ്പർ മാത്രം പരിശോധിച്ച് ഈ മണ്ണിനടിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന മനുഷ്യരുടെ ദുഃഖം എത്രത്തോളമാണെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ. നമുക്കൊപ്പം റോഷിപാൽ സൺറൈസ് വാലിയിലെ തിരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങളുമായും അല്ലമീനും നമുക്കൊപ്പം ചേരും. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, സൺറൈസ് വാലിയിൽ ഇന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചമായിരുന്നു. പക്ഷേ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ മൃതദേഹങ്ങളൊന്നും അവിടെ കണ്ടെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നാളെയും തെരച്ചിൽ സൺറൈസ് വാലിയിലും ആ പരിസരത്തുമായി തുടരുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കെഡാവർ നായയെ കൊണ്ടുപോയതുകൊണ്ട് പ്രയോജനമുണ്ടെന്നാണോ ദൗത്യസംഘം പറയുന്നത്? അരുൺകുമാർ, ഈ സൺറൈസ് വാലിയിലെ ആ മലയിടുക്കിലും വനാന്തരങ്ങളിലും നടത്തിയ പരിശോധന ആദ്യ ദിവസം 3 മണിക്കൂർ മാത്രമായിരുന്നു. ആ 3 മണിക്കൂർ പരിശോധനയിൽ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങൾ അത് മാർക്ക് ചെയ്താണ് കമാൻഡോ സംഘം മടങ്ങിയത്. ഇന്ന് കെഡാവർ നായയുമായി അങ്ങോട്ടേക്ക് പോയപ്പോൾ ആ മാർക്ക് ചെയ്ത ഇടങ്ങൾ ഈ കെഡാവർ നായ മോനിയുടെ സഹായത്തോടെ അത് പരിശോധിച്ചു. ചിലയിടങ്ങളിൽ മോനി ചില കണ്ടെത്തലുകൾ അത് വീണ്ടും മാർക്ക് ചെയ്ത് അവിടെ മണ്ണ് നീക്കി, ചെളി നീക്കി. ആ സമയത്താണ് ഒരു സ്ത്രീയുടെ മുടി കണ്ടെത്തുന്നത്. പിന്നീട് അവിടെ കൂടുതൽ താഴ്ചയിൽ മണ്ണ് മാന്തിയെങ്കിലും പൂർണ്ണമായും ശരീരാവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനപ്പുറത്ത് 1-2 ഇടങ്ങളിലായി വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ശരീരാവശിഷ്ടങ്ങൾ വീണ്ടും ലഭിച്ചത്. അങ്ങനെ 3 ഇടങ്ങളിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചു. അത് നേരെ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. അത് നേരെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ മാറ്റുകയും ചെയ്തു. ഏതായാലും ആ മേഖലയിൽ ഇന്ന് വളരെ കൂടുതൽ സമയം പരിശോധന നടത്തിയിരുന്നു. കാരണം രാവിലെ 9 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. 12 അംഗ സംഘത്തിന് പുറമെ SOG കമാൻഡോ സംഘം അവർ കാൽനടയായും ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് 5 പേരാണ് കാൽനടയായി എത്തിയത്. എല്ലാവരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്തിയത്. ഏതാണ്ട് 6 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും പരിശോധന നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ആ മേഖലയിൽ പരിശോധന വേണ്ടി വരുമെന്ന് ഈ നാട്ടുകാരൻ കൂടിയ ഈ ചൂരൽമല സ്വദേശി കൂടിയ 2 പേർ, രാവിലെ നമ്മൾ അതിൽ ഒരാളുടെ പ്രതികരണം എടുത്തതാണ്. 2 സൈനികർ, ആർമി ഉദ്യോഗസ്ഥർ, കമാൻഡോകൾ കൂടി ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടി ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം അറിയാം. അവർ വീണ്ടും തെരച്ചിൽ വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ നാളെ തെരച്ചിലിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. കാലാവസ്ഥ പക്ഷേ പ്രതികൂലമാണെങ്കിൽ ഈ തെരച്ചിൽ നടക്കില്ല. കാരണം മലയിടുക്കിലേക്ക് ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കണം. അവിടെ ഇരുഭാഗങ്ങളിലും മലയിടുക്കാണ്. താഴ്ന്നു പറന്ന് അവിടെ ആളുകളെ എയർ ഡ്രോപ്പ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കോഴിക്കോട് നിന്നാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വരുന്നതും. അപ്പോൾ സാഹചര്യം നോക്കി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തെരച്ചിൽ തുടരും. ഇന്നലെ പോയ കമാൻഡോ സംഘം പറഞ്ഞത് അവിടെ പലയിടങ്ങളിലായി മാംസം അഴുകിയ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് മൃഗങ്ങളുടേതാണോ മനുഷ്യരുടേതാണോ എന്ന് വ്യക്തമല്ല. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോലും കഴിയാത്ത രീതിയിലാണെന്നും പറയുന്നു. ഏതായാലും പരമാവധി തെരച്ചിൽ നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വലിയ പാറക്കല്ലുകൾ മുകളിലത്തേതിന് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പാറക്കല്ലുകളും ചെളിയും കൂമ്പാരമായി കിടക്കുന്നു. മരങ്ങളുണ്ട്. ദുഷ്കരമാണ് സാഹചര്യം എന്നൊക്കെ അവിടെ സന്ദർശിച്ച കമാൻഡോ സംഘം പറയുന്നുമുണ്ട്. അതുകൊണ്ട് വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം ഏറ്റെടുത്താണ് 3-ാം ദിവസവും നാളെ ഈ സംഘം വീണ്ടും സൺറൈസ് വാലിയുടെ ആ വനാന്തരങ്ങളിലേക്ക് പോകുന്നത്. അവിടെ പരിശോധന നടത്തും. നാളെയും എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയില്ല. പരമാവധി നാളെ കൊണ്ട് പരിശോധന. കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടെന്ന് തോന്നുന്നില്ലേ ഇപ്പോൾ? അരുൺകുമാർ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നയിടത്ത് കൽപ്പറ്റയിൽ അടക്കം മഴയുണ്ട്. നേരത്തെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഉച്ച കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഈ ദുരന്ത മേഖലയിൽ അടക്കം. രാവിലെ ചെറിയ രീതിയിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നു. പിന്നീട് മൂടൽമഞ്ഞ് മാറി. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇവർക്ക് അവിടേക്ക് ഹെലികോപ്റ്ററിൽ പോകാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ മഴയാണ്. കൽപ്പറ്റയിലാകെ മഴയാണ്. കനത്ത മഴ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും മഴ തുടർച്ചയായി പെയ്യുന്നുണ്ട്. അത് ഈ തെരച്ചിലിനൊക്കെ വെല്ലുവിളിയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിലിന് പോലും വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഇനി തെരച്ചിൽ നടക്കേണ്ട മേഖല ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള 18 കിലോമീറ്ററാണ്. ചെറിയൊരു കാറ്റും മഴയും ഒക്കെയാണ്. ഇപ്പോൾ കൂടുതൽ മഴ ശക്തമാകുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു റോഷിപാൽ. റോഷിപാലാണ് സൂചിപ്പാറയിലും സൺറൈസ് വാലിയിലുമുള്ള ഇന്നത്തെ പ്രത്യേക ദൗത്യസംഘത്തിൻ്റെ തെരച്ചിലിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.